പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, വചനം പ്രസംഗിക്കുക. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസിന് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയാനുള്ള ഏറ്റവും അവസാനത്തെ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ഉള്ളത്. വചനം പ്രസംഗിക്കുക. പൗലോസ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ്. എന്നാൽ അതിന് മുൻപ് ബാറ്റൺ കൈമാറുന്നത് പോലെ തിമോത്തിക്ക് ഈ നിർദ്ദേശം കൊടുക്കുകയാണ്. ആ വാക്കുകൾ ഒന്ന് ദൈവമക്കൾ ശ്രദ്ധിക്കണം. വചനം പ്രസംഗിക്കുക. പ്രസംഗം എന്ന ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പ്രസംഗം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, പണ്ട് കാലത്ത് രാജാക്കന്മാർ അവരുടെ കൊട്ടാരത്തിൽ ഉണ്ടാകുന്ന വിശേഷമായ കാര്യങ്ങളും ഏതെങ്കിലും നിയമങ്ങൾ പൊതുസദസ്സിനെ അറിയിക്കുവാനായി ദൂതുവാഹികളായിട്ടുള്ള ആളുകളെ അയക്കുമായിരുന്നു. ദൂതുവാഹി ഒരു കുതിരപ്പുറത്ത് പോയി ചില പ്രത്യേക സിറ്റി സ്ക്വയറുകളിൽ ഉറക്ക ശബ്ദത്തിൽ അവർ രാജാവിൻ്റെ ദൂത് വിളംബരം ചെയ്യും. ആ രാജാവിൻ്റെ ദൂത് വിളംബരം ചെയ്യാം, പ്രൊക്ലമേഷൻ നടത്തുക, പരസ്യമായിട്ട് വിളംബരം ചെയ്യുന്ന ആ ഒരു കാര്യമാണ് പ്രസംഗിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, എന്തെങ്കിലും പ്രസംഗിക്കുക എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. പ്രസംഗിയുടെ മനസ്സിൽ വരുന്ന കുറെ ചിന്തകൾ അങ്ങ് പ്രസംഗിക്കുക എന്നതല്ല, വചനം പ്രസംഗിക്കുക. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത, എന്നും നിലനിൽക്കുന്നതായ ദൈവശ്വാസീയമാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് പ്രസംഗിക്കേണ്ടത്. പ്രസംഗിയെ ഉയർത്തുക എന്നുള്ളതല്ല, പ്രസംഗിയുടെ കുറെ കാര്യങ്ങൾ പറയുക എന്നതല്ല, അദ്ദേഹത്തിലൂടെ വെളിപ്പെട്ട ശുശ്രൂഷകൾ ഏതെങ്കിലും വിവരിക്കുക എന്നതല്ല. പ്രസംഗിക്കേണ്ടത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. വചനത്തിൻ്റെ കേൾവിയാലാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. വചനത്തിൻ്റെ കേൾവിയാലാണ് രക്ഷിക്കപ്പെട്ടവർ ആത്മീക പക്വതയിലേക്ക് വരുന്നത്. പൗലോസ് പറയുകയാണ്, തിമോത്തി, വചനം പ്രസംഗിക്കണം. ദൈവമക്കൾ മറക്കല്ലേ, 2 തിമോത്തി 3:1 വാക്യം പറയുന്നത് അന്ത്യകാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് ദുർഘട സമയങ്ങൾ വരുമെന്നാണ്. മനുഷ്യർ ദൈവവചനം വിട്ട് ദൈവസഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ, ബാഹ്യമായിട്ടുള്ള ആത്മീകമായ അനുഭവങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഹൃദയം ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും അന്ത്യകാലഘട്ടത്തിൽ എന്ന് പൗലോസ് പ്രവചനീയാത്മാവിൽ രേഖപ്പെടുത്തുകയാണ്. ആ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ദൈവശ്വാസീയമാണ്. ഈ സന്ദേശം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് പ്രിയരെ. വചനം വേണ്ട, പ്രസംഗം ആവശ്യമില്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വന്ന്, വചനം എന്താണ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, അപ്പോസ്തോലിക പഠിപ്പിക്കൽ എന്താണ്, പരിശുദ്ധാത്മാവിന് എന്താണ് ഈ കാലഘട്ടത്തോട് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം ഈ ചിന്തയാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം പ്രസംഗിക്കുക.